മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൊട്ട് മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈനിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതായത് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾക്കിനി എന്താണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈൻ എന്ന് പരിചയപ്പെടാം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് റിസർച്ച് ഡിസൈനിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എക്സ്പ്ലോറേറ്ററി റിസർച്ചിനെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ കുറിച്ചാണ്. നമ്മുടെ മൂന്നാമത്തെ വീഡിയോ വരുന്നത് റിസർച്ച് ഡിസൈനിലെ ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈനിനെ കുറിച്ചിട്ടാണ്. അപ്പോ ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. While descriptive design is solely concerned with what is existing or what is happening, അതായത് എന്താണ് സംഭവിച്ചത് അതല്ലെങ്കിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പഠിക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. നമ്മൾ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്താണ് സംഭവിച്ചത് അതല്ലെങ്കിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട പഠനമാണ്. എന്നാൽ ഡയഗ്നോസ്റ്റിക് ഡിസൈൻ throw light to answer the question why is existing or happening. എന്നാൽ ഡയഗ്നോസ്റ്റിക് റിസർച്ചിലോട്ട് വരുമ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. അതായത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈന് ആൻസർ ചെയ്യാത്ത, അവിടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. അപ്പൊ അതിൽ ഉൾപ്പെടാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വൈ എന്ന് പറയുന്ന അതല്ലെങ്കിൽ ഹൗ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ആ രണ്ട് ക്വസ്റ്റ്യൻസുകള് ആൻസർ ചെയ്യുന്നത് ഡയഗ്നോസ്റ്റിക് ഡിസൈനിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നിങ്ങൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അതല്ലെങ്കിൽ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻ അന്വേഷിച്ച് പോകരുത്. അഥവാ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈനിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണിത്. കാരണം അങ്ങനെ നിങ്ങൾ അന്വേഷിച്ച് പോകണമെങ്കിൽ നിങ്ങളുടെ പഠനം ഒരു വൈ പാർട്ടിലോട്ടോ ഒരു ഹൗ പാർട്ടിലോട്ടോ മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പഠനം ഡിസ്ക്രിപ്റ്റീവിൽ നിന്നും മാറി അതൊരു ഡയഗ്നോസ്റ്റിക് സ്റ്റഡി, അതായത് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡയഗ്നോസ്റ്റിക് വൺ ആയിട്ട് മാറും. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സം ഓതേഴ്സ് കൺസിഡർ ഡയഗ്നോസ്റ്റിക് ഡിസൈൻ ആസ് എ പാർട്ട് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഈ പറഞ്ഞൊരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾ വൈ പാർട്ടും ഹൗ പാർട്ടും കൂടെ പഠിക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഡയഗ്നോസ്റ്റിക് ആയിട്ട് മാറുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ചില ഓതേഴ്സ് ഡിസ്ക്രിപ്റ്റീവ് ഡിസൈനെയും ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈനെയും ഒരൊറ്റ റിസർച്ച് ഡിസൈൻ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ചിലര് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈനിൽ തന്നെ വൈ പാർട്ടും ഹൗ പാർട്ടും പഠനങ്ങൾ നടത്തുന്നുണ്ട്. കാരണം ചില ഓതേഴ്സ് അത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന്റെ ഭാഗമാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോ ബേസിക്കലി ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്, ഡിസ്ക്രിപ്റ്റീവും ഡയഗ്നോസ്റ്റിക്കും. ഡിസ്ക്രിപ്റ്റീവില് ആൻസർ ചെയ്യാത്ത വൈ ആൻഡ് ഹൗ പാർട്ടാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ചിൽ ആൻസർ ചെയ്യുന്നത്. ഇനി പറഞ്ഞത് ഡയഗ്നോസ്റ്റിക് ഡിസൈൻ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ഇഫ് എനി among the various variables, dimension or parameters. വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ, ബന്ധങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഉണ്ടാവും കുട്ടികളുടെ മൈൻഡില്. അതായത് നമ്മളൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് അതങ്ങ് ക്ലിയർ ചെയ്യും. It aims at identifying the cause of a problem to enable the researcher to search for a solution. ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു വസ്തുവിന്റെ കാരണങ്ങൾ വൈ ഹൗ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസുകൾ അന്വേഷിച്ചു പോകുന്ന ഒരു പഠനമാണെങ്കിൽ അതൊരു ഡയഗ്നോസ്റ്റിക് റിസർച്ചാണ്. ഇറ്റ് ഹെൽപ്പ് ഇൻ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നത് ഡയഗ്നോസ്റ്റിക് റിസർച്ചിലാണ്. നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഹൈപ്പോത്തസിസ് ടെസ്റ്റിലോട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ നിങ്ങൾ പഠനം നടത്തുന്നുണ്ട്. അപ്പൊ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ പഠനം നടത്തുകയാണെങ്കിൽ കുട്ടികളെ നിങ്ങളുടെ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈനാണ്. അതുകൊണ്ടാണ് ചില കുട്ടികൾ റിസർച്ച് ഡിസൈൻ ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഓർ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് എംപിരിക്കൽ എന്ന് പറയുന്ന ഒരു ടേം അവർ യൂസ് ചെയ്യുന്നത്. അവരുടെ പഠനത്തിൽ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, അതേപോലെ തന്നെ അതിന്റെ കാരണങ്ങളും അവർ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഓർ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് എംപിരിക്കൽ എന്ന് പറയുന്നതിലോട്ട് വരുന്നത്. ഇനി നോക്ക് നിങ്ങൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ, ഡയഗ്നോസ്റ്റിക് ഡിസൈനിന്റെ എക്സാമ്പിളിലോട്ട് വരുമ്പോൾ സ്റ്റഡി ദ റീസൺ ഫോർ ലോ ഓർ ഹൈ മാർക്കറ്റ് ഷെയർ ഓഫ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു കമ്പനി ഒരുപാട് പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ട്, അതിൽ ചില പ്രോഡക്റ്റിന് അതിന്റെ മാർക്കറ്റ് ഷെയർ കൂടുതലാണ്. മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പം അവർ പഠനം നടത്തുകയാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. അവർക്ക് ഒരു കമ്പനി അവരുടെ കൂടുതൽ പ്രോഡക്റ്റ് എല്ലാ പ്രോഡക്റ്റുകളും ഇറക്കുന്നുണ്ട്, അതിൽ ചില പ്രോഡക്റ്റുകളുടെ മാത്രം സെയിൽസ് എന്തുകൊണ്ട് കൂടുന്നു. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു വൈ പാർട്ട് ആ കമ്പനി പഠനം നടത്തുന്നുണ്ട്. അപ്പൊ അത്തരം പഠനങ്ങൾ നമുക്ക് ഡയഗ്നോസ്റ്റിക് സ്റ്റഡി ആയിട്ട് കണക്കാക്കാം.
ഇനി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിലെ മൂന്നാമത്തെ എക്സാമ്പിളിലോട്ട് നോക്കുക, അതൊന്നുകൂടെ ക്ലിയർ ആവും. മൂന്നാമത്തെ എക്സാമ്പിളിലോട്ട് നോക്കുമ്പോൾ ടു പോയിന്റ് ഔട്ട് വൈ ദ വർക്കേഴ്സ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ വെൽഫെയർ മെഷേഴ്സ് പ്രൊവൈഡ് ബൈ ദ കമ്പനി. നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന വെൽഫെയർ മെഷേഴ്സിൽ എന്തുകൊണ്ട് വർക്കേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പഠനം നടത്തുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വൈ എന്ന് പറയുന്ന പാർട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട്, വേർ, വെൻ, വിച്ച്. എന്നാൽ ഹൗ, വൈ ഇല്ല. അതൊക്കെ ഡിസ്ക്രിപ്റ്റീവിലാ ചെയ്യുന്നത്. എന്നാൽ ഡയഗ്നോസ്റ്റിക് റിസർച്ചിലോട്ട് വരുന്ന സമയത്ത് വൈ, എന്തുകൊണ്ട് ഇവർ സാറ്റിസ്ഫൈഡ് അല്ല, എന്താ അതിന്റെ കാരണം എന്ന് അന്വേഷിച്ച ഒരു പഠനം നടത്തുകയാണെങ്കിൽ അതിന് നമുക്ക് ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും. ഇത്രയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോന്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് അനലിറ്റിക്കൽ ഡിസൈനും കൂടി ഡിസ്കസ് ചെയ്ത് പോവാം. പക്ഷെ അത് വേണ്ട, നമുക്ക് അതൊരു മറ്റൊരു പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാം, അനലിറ്റിക്കൽ റിസർച്ച് ഡിസൈന്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.